നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ജൂൺ മാസത്തെ തിരുവാതിര നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മിഥുനക്കൂറാണ്. അപ്പോൾ 12ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നതുകൊണ്ടൊരു വ്യത്യാസവും കുറച്ചൊരു ഗുണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഭദ്രായോഗം ചെയ്തിട്ടാണ് ബുധൻ ലഗ്നത്തിൽ നിൽക്കുന്നത്, നിമിണായോഗം ചെയ്ത ആദിത്യനുണ്ട്. അപ്പോൾ അവനവൻ്റെ വാക്കിന് വിലയുണ്ടാകുക, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗം ഉണ്ടെങ്കിൽ പോലും ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന യോഗത്തെ ചെയ്തുകൊണ്ടാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജന്മത്തിൽ വ്യാഴം നിൽക്കുന്നത്. അപ്പോൾ വ്യാഴം ജന്മത്തിൽ നിൽക്കുന്നത് കാരണം ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിൽ എന്ത് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ടൊരു ഇന്നത് ചെയ്യണം, എങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ കൃത്യമായിട്ടൊരു തീരുമാനം എടുക്കാനോ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് അറിയാനോ പറ്റാത്ത രീതിയിലുള്ള ഒരു അരക്ഷിതാവസ്ഥയിലൂടെ കടന്നു പോകാൻ സാധ്യതയുള്ളൊരു മാസമാണ്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്തായാലും ശുഭമധ്യസ്ഥിതി ഉള്ളതുകൊണ്ട് നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. നിപുണായോഗം ഉണ്ടെങ്കിലും ലഗ്നാൽ 4ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ കുടുംബ സംബന്ധമായിട്ട് കുറച്ച് കലഹങ്ങൾ, പ്രശ്നങ്ങൾ, വീട് വിട്ടു നിൽക്കാൻ ഇടവരിക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മനസ്സമാധാനക്കുറവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ 10ാം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത്. അപ്പോൾ ശനി കണ്ടകശനിയുടേതായിരിക്കുന്ന ദോഷം ചെയ്ത് നിൽക്കുന്നത് കാരണമുണ്ട്. ശനിദോഷപരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അതേപോലെ ജന്മരാമവനേ ദുഃഖം എന്ന് പറയുന്ന യോഗം ചെയ്ത് ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴപ്പിഴവിന് പരിഹാരമായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും ഭാഗ്യസുക്താർച്ചനയും നടത്തണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും വിട്ടുപോകാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഭാഗ്യസ്ഥാനത്ത് രാഹുവാണ്, ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ വരാൻ സാധ്യതയുണ്ട്. നാഗപൂജയൊക്കെ ചെയ്യുന്നത് മേൽപ്പറയപ്പെട്ട കാര്യങ്ങൾക്ക് അനുകൂലമാണ്. 4ാം ഭാവാധിപതിയായിരിക്കുന്ന ബുധൻ ഭദ്രായോഗം ചെയ്ത് നിൽക്കുന്നു എന്ന് പറയുന്നൊരു ഗുണമുണ്ട്. പക്ഷേ സഹായസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ശത്രു സ്ഥാനാധിപതിയാണ്. അത് ഘടനകാരകനായിരിക്കുന്ന കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ കേതുവും ചൊവ്വയും അതായത് ചൊവ്വയ്ക്കും കേതുവിനും ഒരേ സ്വഭാവമാണ്, അഗ്നികാരക ഗ്രഹങ്ങളാണ്. സഹായസ്ഥാനത്ത് നിൽക്കുമ്പോൾ കാരകോ ഭാവനാശകമാണ്. സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികളുടെ പെരുമാറ്റമൊക്കെ അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. മാത്രമല്ല ഭവന സംബന്ധമായിട്ട് 10 രൂപ ചിലവാക്കേണ്ടിടത്ത് 20 രൂപ ചിലവാകാനുള്ള യോഗമാണുള്ളത്. അപ്പോൾ ചിലവ് വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. എങ്കിലും സധനവന്തി എന്ന് പറയുന്ന യോഗമുണ്ട്. എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ടും ധനാഭിവൃദ്ധി ഉണ്ടാകാനായിട്ടുള്ളൊരു യോഗമാണത്. ശുഭമധ്യസ്ഥിതി വളരെ നല്ലതാണ്. നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാസുഖം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുവെ ദൈവാധീനക്കുറവിൻ്റേതായിരിക്കുന്ന ഒരു പ്രശ്നം ഒഴിച്ചു നിർത്തിയാൽ വളരെ നല്ല അനുകൂലങ്ങൾക്കൊക്കെ യോഗമുണ്ട്. കാരണം കഴിഞ്ഞ മാസത്തിലൊക്കെ കേസ് പോലെയുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ടെൻഷൻ, സ്ഥാനചലനം പോലെയുള്ള കാര്യങ്ങൾ, കർമ്മനഷ്ടം, പല രീതിയിലുള്ള തടസ്സങ്ങളും അനുഭവിക്കാൻ സാധ്യതയുള്ളവരായിരുന്നു ഈ തിരുവാതിര നക്ഷത്രക്കാർ. എന്നാൽ ഈ മാസത്തിൽ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം വന്ന വ്യാഴത്തിൻ്റെ മാറ്റം വന്നപ്പോൾ തന്നെ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണമുണ്ടായി. അതുപോലെ തന്നെ ആ ബുധൻ ഭദ്രായോഗം ചെയ്തും നിപുണായോഗം ചെയ്തിട്ട് ലഗ്നത്തിൽ നിൽക്കുന്നു. അപ്പോൾ ലഗ്നാധിപതി ബലവാനായി. ലഗ്നാധിപതിക്ക് ബലം വർദ്ധിച്ചതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനും ഇനി അങ്ങോട്ട് തുടർന്ന് അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനും തിരുവാതിര നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.